കനോലി കനാലിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അധികം വൈകാതെ ആരംഭിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇക്കാലം അത്രയും മണ്ണ് മൂടിക്കിടന്നിരുന്ന, ചളിയും ചതുപ്പും അഴുക്കും നിറഞ്ഞിരുന്ന ഈ ജലമാർഗം ശുദ്ധീകരിച്ചുകൊണ്ട് അത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും ശ്ലാഘനീയമാണ്. 1800 പകുതികളിൽ അന്ന് മലബാറിലെ കളക്ടറായിരുന്ന ഹെൻറി വാലന്റൈൻ കോണലി മുൻകൈയെടുത്ത് അവരുടെ കച്ചവട അതുപോലെ ഭരണ അഡ്മിനിസ്ട്രേഷൻ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ സുഗമമാക്കുന്നതിന് വേണ്ടി കോരപ്പുഴയെയും കോഴിക്കോടുള്ള കല്ലായിപ്പുഴയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പശ്ചിമ തീര വാട്ടർവേ, ദ വെസ്റ്റ് കോസ്റ്റ് വാട്ടർവേ, അത് നിലവിൽ വരികയും വളരെയധികം പ്രയോജനപ്പെടുകയും ചെയ്തു. ഇക്കാലം അത്രയും അത് പ്രവർത്തന യോഗ്യമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുകയാണ്, ആ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും കനോലി കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചതുപ്പ് നിലങ്ങൾ, അവിടെയൊക്കെയും ഉണ്ടായിരുന്ന ജീവജാലങ്ങൾ, ഫ്ലോറ ആൻഡ് ഫോണ, അതുപോലെ സസ്യലതാദികൾ, അക്വാറ്റിക് സ്പീഷീസ് ആൻഡ് സെമി അക്വാറ്റിക് സ്പീഷീസ്, ഇവയൊക്കെ തന്നെയും മലബാറിലെ മറ്റ് ഉൾനാടൻ ജലസ്രോതസ്സുകളിലും അതുപോലെ ജലസംഭരണികളിലും വാട്ടർ ബോഡീസ് ലൈക്ക് റിവേഴ്സ്, ലേക്സ്, പോണ്ട്സ്, അവിടെ കണ്ടുവന്നിരുന്ന ജീവജാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ, അല്ലെങ്കിൽ അവയിൽ നിന്ന് സ്വഭാവം കൊണ്ടും രൂപങ്ങളെ കൊണ്ടും വ്യത്യസ്തത പുലർത്തുന്ന ഒത്തിരി ജീവജാലങ്ങൾ കുട്ടിക്കാലത്ത് കണ്ടുതോർക്കുകയാണ്. ഇന്ന് അവയെല്ലാം അന്യം നിന്ന് പോകുകയോ അല്ലെങ്കിൽ ഏതോ അറിയപ്പെടാത്ത സ്ഥലങ്ങളിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ടാവാം. എന്നാൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് എന്ന് ഈ സംസാരത്തിന്റെ ആരംഭത്തിൽ സൂചിപ്പിച്ചെങ്കിലും പുനരുദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെയും റിനോവേഷൻ, റീകൺസ്ട്രക്ഷൻ, അതുപോലെ റീഫർബിഷിംഗ്, ഇതൊക്കെ നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ, അർദ്ധ സർക്കാർ അല്ലെങ്കിൽ സന്നദ്ധ സേവന സംഘടനകളിൽപ്പെട്ട ആളുകൾ അവർ മുന്നോട്ട് വെക്കുന്ന ആശയം അല്ലെങ്കിൽ ലക്ഷ്യം മലബാറിന്, പ്രത്യേകിച്ച് കോഴിക്കോട് പ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക, അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് ആസ്വദിക്കാനും സഞ്ചരിക്കാനും കാണാനും കേൾക്കാനും അതുപോലെ തന്നെ വേണ്ടുവോളം അനുഭവിക്കാനും പറ്റുന്ന രീതിയിൽ അതിനെ പുനരുദ്ധരിച്ചു കൊണ്ടുവരിക എന്നതായി കാണുന്നു. മറ്റൊരു വിഭാഗം പറയുന്നത് ഈ ജലമാർഗം കല്ലായിപ്പുഴയെയും കോരപ്പുഴയെയും തമ്മിൽ ബന്ധിപ്പിച്ച് അറബിക്കടലിനോട് സമാന്തരമായി ഒഴുകുന്ന ഈ കനോലി കനാൽ അത് സഞ്ചാര യോഗ്യമാക്കുകയാണെങ്കിൽ തിരക്ക് പിടിച്ച കണ്ണൂർ റോഡ്, അതുപോലെ പുതിയ ഹൈവേ, ബൈപ്പാസ് റോഡ്, ഇവിടത്തെയൊക്കെ തിരക്കുകൾ കുറയ്ക്കുകയും ജലമാർഗം സഞ്ചാരവും അതോടൊപ്പം സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ അതിനൊക്കെ സൗകര്യപ്രദമായി വരും എന്ന വാദഗതി നാം കേൾക്കുകയാണ്. എന്നാൽ അതേക്കാളൊക്കെ ഉപരി നാം നശിപ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ കൈകടത്തലുകളെ കൊണ്ടും ചിന്തയില്ലാത്ത അല്ലെങ്കിൽ പ്ലാൻഡ് അല്ലാത്ത, സസ്റ്റൈനബിൾ അല്ലാത്ത ഡെവലപ്മെന്റ് ഈ ഏരിയകളിൽ നടന്നതുകൊണ്ട് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ അല്ലെങ്കിൽ നശിച്ചു പോയ ജീവജാലങ്ങളെയും സസ്യലതാദികളെയും, പ്രത്യേകിച്ച് അക്വാറ്റിക് ആൻഡ് സെമി അക്വാറ്റിക് സ്പീഷീസ്, ഇവയെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു പ്രവർത്തനമായി വേണം ഇതിനെ കാണാൻ.